Welcome to Bosco Campus Vision. I am Grishma TJ, Assistant Professor, Department of Commerce, Don Bosco College, Kottayam. In today's session, we are going to discuss about theory of Michael Porter. Michael Porter is one of the most cited authors in business and economics. He has authored 18 books and many articles on competitive strategy and competitive advantage of nations. His core area is competition and company strategy. He is recognized as the father of modern strategy. Michael Porter views organization as open system that actively interact with the environment. മൈക്കിൾ പോർട്ടർ ബിസിനസ്സിലും എക്കണോമിക്സിലും ഒരുപാട് ബുക്കുകൾ എഴുതിയിട്ടുള്ള ഒരു ഓഥറാണ്. മൈക്കിൾ പോർട്ടർ കൂടുതൽ ഫോക്കസ് ചെയ്തത് ബിസിനസ്സിലും എക്കണോമിക്സിലുമാണ്. കോമ്പറ്റിറ്റീവ് സ്ട്രാറ്റജിയെക്കുറിച്ചും കോമ്പറ്റിറ്റീവ് അഡ്വാൻറ്റേജ് ഓഫ് നേഷൻസിനെ കുറിച്ചും ഒരുപാട് ആർട്ടിക്കിൾസും 18 ബുക്കുകളും മൈക്കിൾ പോർട്ടർ എഴുതിയിട്ടുണ്ട്. പോർട്ടർ കൂടുതൽ കോർ ഏരിയ ആയിട്ട് സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് കോമ്പറ്റീഷനെ കുറിച്ചും കമ്പനിയുടെ സ്ട്രാറ്റജിയെക്കുറിച്ചുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഫാദർ ഓഫ് മോഡേൺ സ്ട്രാറ്റജി എന്ന് മൈക്കിൾ പോർട്ടറിനെ അറിയപ്പെടുന്നത്. ഓർഗനൈസേഷൻ ഒരു ഓപ്പൺ സിസ്റ്റമായിട്ടാണ് മൈക്കിൾ പോർട്ടർ നോക്കിക്കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ എൻവയോൺമെൻറ്റുമായിട്ട് ആക്റ്റീവായിട്ട് ഇൻറ്ററാക്റ്റ് ചെയ്യുന്ന ഒന്നാണ് ഓർഗനൈസേഷൻ. എന്തൊക്കെയാണ് മൈക്കിൾ പോർട്ടർ മാനേജ്മെൻറ്റ് തോട്ടിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്ന് നോക്കാം. കോൺട്രിബ്യൂഷൻസ് ടു മാനേജ്മെൻറ്റ് തോട്ട്. ഫസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് മൈക്കിൾ പോർട്ടർ ഈസ് 5 force മോഡൽ. Threat of new competitors, bargaining power of buyers, threat of substitute products, bargaining power of suppliers, rivalry among existing firms. First important contribution of Michael Porter is 5 force model. Force model given by Porter explains the 5 factors which shape competition in an industry. These factors are the following. Threat of new competitors. When new firms enter the industry, they bring new resources of production. This increases cost and decreases sales of existing firms. However, if there are barriers to new entry, these threats can be reduced. ഒരു ഇൻഡസ്ട്രിയിലേക്ക് പുതിയൊരു ഫേം എൻ്റർ ചെയ്യുമ്പോൾ ആ പുതിയ ഫേം പ്രൊഡക്ഷൻ നടത്താൻ പുതിയ റിസോഴ്സസ് ഒക്കെ ഉപയോഗിക്കും. അത് എക്സിസ്റ്റിംഗ് ഫേംസിൻ്റെ സെയിൽസ് കുറയാനും കോസ്റ്റ് കൂടാനും കാരണമാകുന്നു. ആ കാരണം കൊണ്ട് പുതിയ ഫേംസിൻ്റെ എൻട്രിയിൽ എന്തെങ്കിലും തടസ്സമുണ്ടാവുകയാണെങ്കിൽ ആ ത്രെട്ടിനെ റെഡ്യൂസ്. സാധാരണ ന്യൂ കോമ്പറ്റീറ്റേഴ്സിന് എൻട്രി ബാരിയേഴ്സൊക്കെ ഉണ്ടാകാറുണ്ട്. ദെൻ സെക്കൻഡ് വൺ, ബാർഗെയിനിങ് പവർ ഓഫ് ബയേഴ്സ്. വെൻ ബയേഴ്സ് ഫോംസ് എ പവർഫുൾ ഗ്രൂപ്പ്, they influence industry competition by affecting product quality, prices, etc. When they demand high quality goods and services, it increases industry competition and forces the firm to reduce the prices. ബാർഗെയിൻ ചെയ്യാൻ കഴിവുള്ള ബയേഴ്സ് ഉണ്ട് എങ്കിൽ അത് ഇൻഡസ്ട്രി കോമ്പറ്റീഷനെ ഇൻഫ്ലുവൻസ് ചെയ്യും. എങ്ങനെയെന്നാൽ പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി കൂട്ടുകയും പ്രൈസ് കുറയ്ക്കുകയൊക്കെ ചെയ്തുകൊണ്ട് കസ്റ്റമേഴ്സ് ഹൈ ക്വാളിറ്റി ഗുഡ്സിനെ ഡിമാൻഡ് ചെയ്യുകയും ഇൻഡസ്ട്രി കോമ്പറ്റീഷൻസ് അതുവഴി ഇൻക്രീസ് ചെയ്യുകയും എല്ലാ ഫേംസും മാക്സിമം സെയിൽ കിട്ടാൻ വേണ്ടിയിട്ട് ലോ പ്രൈസിൽ സാധനങ്ങൾ വിൽക്കാൻ തയ്യാറാവുകയും ചെയ്യുന്നു. നെക്സ്റ്റ് വൺ, ത്രെറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ഓഫ് ബ്രാൻഡഡ് പാക്കിംഗ് മെറ്റീരിയൽസ്, ലെതർ ഗുഡ്സ്, ഗാർമെൻറ്റ്സ്, വുഡൻ ഫർണിച്ചർ etc. have affected the growth of these industries. Firms whose products are vulnerable to substitute products should remain aware of such products in the market. അടുത്ത ത്രെട്ട് എന്ന് പറയുന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നതാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്റ്റ് സാധനങ്ങൾ വിൽക്കുന്ന പ്രൈസിനെ റെസ്ട്രിക്റ്റ് ചെയ്യുക. ബ്രാൻഡഡ് പാക്കിംഗ് മെറ്റീരിയൽസ്, ലെതർ ഗുഡ്സ്, ഗാർമെൻറ്റ്സ്, വുഡൻ ഫർണിച്ചർ ഇതുപോലുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രോഡക്ട്സിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടാവാം.
അത് ഈ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റത്തിൻ്റെ പ്രോഡക്റ്റുകളുടെ ഇൻഡസ്ട്രീസിൻ്റെ ഗ്രോത്തിനെ അഫക്റ്റ് ചെയ്യും. ദുർബലമായ പ്രോഡക്റ്റ്സ് ഉള്ള ഫേംസ് ആണ് എങ്കിൽ അവർക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് പ്രോഡക്ട്സിൽ നിന്നും ത്രെട്ട് നേരിടേണ്ടി വരും. ദെൻ ബാർഗെയിനിങ് പവർ ഓഫ് സപ്ലയേഴ്സ്. Suppliers have strong bargaining capacity when prices are fixed. While dealing with such firms, suppliers may raise their prices and reduce the quality of supplies. പ്രോഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ്ഡ് ആണ് എങ്കിൽ സപ്ലയേഴ്സിന് ബാർഗെയിനിങ് പവർ സ്ട്രോങ് ആയിരിക്കും. അങ്ങനെയുള്ള ഫേംസുമായിട്ട് ഡീല് ചെയ്യുമ്പോൾ സപ്ലയേഴ്സ് അവരുടെ പ്രൈസ് റേസ് ചെയ്യുകയും ക്വാളിറ്റി കുറയ്ക്കുകയും ചെയ്യുന്നു. സപ്ലയേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ബാർഗെയിനിങ് പവർ ഉണ്ടാകാം. ദെൻ ഫിഫ്ത്ത് വൺ, റൈവൽറി എമംഗ് എക്സിസ്റ്റിംഗ് ഫേംസ്. റൈവൽറി എമംഗ്സ് എക്സിസ്റ്റിംഗ് ഫേംസ് ഓൾസോ ഇൻക്രീസസ് കോസ്റ്റ് ആൻഡ് ലോവർ പ്രോഫിറ്റ് മാർജിൻസ്. ഗ്രേറ്റർ ദ ഇൻറ്റൻസിറ്റി ഓഫ് റൈവൽറി, ലെസ് അട്രാക്റ്റീവ് ഈസ് ദ മാർക്കറ്റ് ഫോർ കോമ്പീറ്റിംഗ് ഫേംസ്. എക്സിസ്റ്റിംഗ് ഫേംസിന് ഒരുപാട് എതിരാളികളെ നേരിടേണ്ടി വരും. അത് എങ്ങനെയെന്നാൽ കോസ്റ്റ് കൂടുതൽ അവിടെ ചിലവാവുകയും പ്രോഫിറ്റ് വളരെ കുറവുമായിരിക്കും അവർക്ക് ഈ ഒരു സിറ്റുവേഷനിൽ ഉണ്ടാവുക. ഒരുപാട് എതിരാളികൾ ഒരു ഫേമിന് ഉണ്ടാവുകയാണ് എങ്കിൽ അവർ മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടി ലെസ് അട്രാക്റ്റീവ് ആകാൻ ശ്രമിക്കും. അടുത്ത പറഞ്ഞ ഫാക്ടർ റൈവൽറി എമംഗ് എക്സിസ്റ്റിംഗ് ഫേംസ്. These are the 5 factors of 5 force model. Okay, this is all for today's session. Thank you for listening.